നിങ്ങൾക്ക് എല്ലാവർക്കും ടഫസ്റ്റ് മാത്സ് ക്വസ്റ്റ്യൻസ് എവർ ആസ്ക്ഡ് ഓൺ SSC CGL രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത 10 ക്വസ്റ്റ്യൻസും എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണാം. ഓക്കെ, എന്നാ പറഞ്ഞേക്കുന്നത്? ഒരു കാർ SUV ഇവരെ കിടക്കുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് 600 മീറ്റർ. ഇവർ മീറ്റ് ആവുന്ന സമയത്ത് കാറ് എത്ര സമയം ട്രാവൽ ചെയ്തിട്ടുണ്ടെന്നല്ല ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇവരുടെ മീറ്റിംഗ് ടൈം കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു കാറിൻ്റെ സ്പീഡ് എത്രയാണ്? 15 മീറ്റർ പെർ സെക്കൻഡ് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. ഓക്കെ, ഇപ്പോൾ മീറ്റിംഗ് ടൈം കിട്ടാൻ വേണ്ടി ഡിസ്റ്റൻസ് ബൈ റിലേറ്റീവ് സ്പീഡ് എത്ര? 10ഉം 15ഉം അല്ലേ? 5 മീറ്റർ പെർ സെക്കൻഡാണ് റിലേറ്റീവ് സ്പീഡ്. അപ്പോൾ 5 ഇവിടെ വെട്ടും, 3 അവിടെ വെട്ടും. 3 × 6 18, 1800 മീറ്റർ എന്ന് കിട്ടും ആൻസർ. അത്രയേ ഉള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണാം. ഓക്കെ, ശ്രദ്ധിക്കേണ്ടത് 3 ഹോഴ്സ് 5 കൗ ഈക്വലാന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹോഴ്സ് കൗ റേഷ്യോ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും, 5:3 ആയിരിക്കും. അതുപോലെ തന്നെ കൗ ഷീപ്പ് 6 കൗ 10 ഷീപ്പിന് ഈക്വലാന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ റേഷ്യോ വരാൻ പോകുന്നത് 5:3 എന്നായിരിക്കും, ഇവരുടെ കൺസംഷൻ്റെ റേഷ്യോ. ഓക്കെ, ഇത് കൺസംഷണൽ റേഷ്യോ ആണേ. ഇനി ഇവരെ കമ്പൈൻ ചെയ്യുമ്പോഴത്തേനും ഹോഴ്സ് കൗ ഷീപ്പ്, കൗ രണ്ടിടത്തുണ്ട്, അത് നിങ്ങൾ സെയിം ആക്കുമ്പോഴത്തേനും 25, 15, 9 എന്ന് വരും റേഷ്യോ. ഇനി നമുക്ക് A/Bയുടെ റെൻറ്റിൻ്റെ റേഷ്യോ എടുക്കാം. A 21 ഹോഴ്സ് 6 മാസം പ്ലസ് 15 കൗ 2 മാസം ഡിവൈഡഡ് ബൈ B 15 കൗ 6 മാസം പ്ലസ് 40 ഷീപ്പ് 7.5 മാസം. 7.5 എന്ന് പറഞ്ഞാൽ 15/2 അല്ലേ? ഇതിവിടെ വെട്ടി 20 വന്നു. ഇത് വെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് A/B എക്സ്പെൻസിൻ്റെ അല്ലെങ്കിൽ റെൻറ്റിൻ്റെ റേഷ്യോ കിട്ടും. ഓക്കെ, പെട്ടെന്ന് ഒന്ന് വെട്ടി സോൾവ് ചെയ്ത് എല്ലാവരും. മാക്സിമം വലിയ ഫാക്ടർ വിട്ടു കേട്ടോ. എല്ലാത്തിലും 25 ഉണ്ട്. ഈ 25 പോയി, ഇവിടെ 25 × 9 വരും, ഇവിടെ 25 × 9 വരും. 25 വെട്ടാണെങ്കിൽ 5 വെട്ടി 3, 5 വെട്ടി 4. ഇനി എല്ലാത്തിലും ഒരു 6 ഉണ്ട്. 6 പോയി, 6 പോയി, ഇവിടുത്തെ 6 പോയാൽ 3, ഇവിടുത്തെ 6 പോയാലും 3. 6 പോയാൽ 3 അല്ല, 6 പോയാൽ 6. ഈ 3 അവിടെ ഉണ്ടേ. ഇനി എല്ലാത്തൊരു 3 ഉണ്ട്. അപ്പോൾ ഇവിടെ 7, 3 പോയി, ഈ 3 വെട്ടിയാൽ 3, ഈ 3 പോയി. അപ്പം 7 7, ഇവിടെ ഒന്നുമില്ല. അപ്പോൾ 7 1 8, താഴെ ഇവിടെ 6 3, ആദ്യം എത്ര? 9. അപ്പോൾ A/B റെൻറ്റിൻ്റെ റേഷ്യോ 8/9 ആണ്. അപ്പോൾ A കൊടുക്കേണ്ട റെൻറ്റിന് എത്ര പോർഷനാണ്? 8 ഔട്ട് ഓഫ് 17 ഇയാൾ കൊടുക്കണം. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തതിലോട്ട് പോവുകയാണേ. ക്വസ്റ്റ്യൻ എല്ലാവരും വായിച്ച് ട്രൈ ചെയ്ത് നോക്കുക. അതിന് ശേഷം മാത്രം വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണുക. ഓക്കെ, ഇവരെന്താ പറഞ്ഞേക്കുന്നത്? ഒരാളുടെ ഒരു വയറുണ്ട്, അത് വെച്ച് അയാൾ ഒരു സർക്കിളർ ഗാർഡൻ അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഗാർഡൻ എൻക്ലോസ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും എന്ത് ഈക്വലാണ്? പെരിമീറ്റർ ഈക്വലാണ്. പെരിമീറ്റർ ഈക്വൽ ആണെങ്കിൽ 2πr, പൈ എന്ന് പറഞ്ഞാൽ 22/7 × r = സ്ക്വയറിൻ്റെ ഏരിയ 4a. അപ്പോൾ ഇവിടെ നിന്ന് A/R റേഷ്യോ നമുക്ക് കിട്ടും 44, 11 ടൈംസ് കിട്ടും. അപ്പോൾ 11/7 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഈ പറഞ്ഞ അല്ലെങ്കിൽ ഇങ്ങനെ പോസിബിൾ ആയിട്ടുള്ള ഏറ്റവും വലിയ സ്ക്വയറിൻ്റെയും അതുപോലെ സർക്കിളിൻ്റെയും ഏരിയയുടെ റേഷ്യോ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ റേഷ്യോ വന്നാൽ മതി. ഈ റേഷ്യോ വന്ന് ഈ പറഞ്ഞ സാധനം സെറ്റാണ്. അപ്പോൾ ഇതിന് താഴെ പോകരുത്. അപ്പോൾ നിങ്ങളില്ലേ ഈ മാക്സിമം ലെങ്ത്തും ഇതും ആലോചിച്ചൊന്നും സമയം കളയണം. നേരെ ഇത് വെച്ചിട്ട് നിങ്ങൾ ഏരിയ കണ്ടുപിടിച്ച് റേഷ്യോ വയ്ക്കാൻ മതി. ഓക്കെ ആണോ? അതായത് ജസ്റ്റ് സൈഡ് 11 സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ റേഡിയസ് 7 സെൻറ്റിമീറ്ററാണെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഏരിയ കണ്ടുപിടിച്ചോ, അതായിരിക്കും ആൻസർ. ഓക്കെ, അപ്പോൾ ഏത് ഓർഡറിലാണ് ചോദിച്ചിരിക്കുന്നത്? സർക്കുലർ ടു സ്ക്വയർ. അപ്പോൾ സർക്കിൾ എന്ന് പറയുമ്പോഴത്തേനും πr² അല്ലേ? 22/7 റേഡിയസ് 7 × 7 ആണ് ഡിവൈഡഡ് ബൈ A². A² എന്ന് പറഞ്ഞാൽ 11 × 11. ഇത് വെട്ടി സോൾവ് ചെയ്യാം. 7 7 പോയി 11 2 ടൈംസ് കിട്ടി. അങ്ങനെ 14/11 വന്നില്ലേ? ഇതാണ് നമ്മുടെ ആൻസർ 14/11. പക്ഷേ ഇത് ഓപ്ഷനിൽ കിടപ്പില്ല. ഇവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡിനോമിനേറ്ററിലെല്ലാം 1 അല്ലേ കിടക്കുന്നത്. നിങ്ങൾ 14/11 ഡിവൈഡ് ചെയ്ത് 14/11 വരുവാണ്, ബാക്കി 3/11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.272727 ആണ്. ഓക്കെ, 272727 പറഞ്ഞ് പോയിക്കൊണ്ടേയിരിക്കും. ഡിവൈഡഡ് ബൈ 1 ഇതുണ്ടല്ലോ. ഇതാണ് നമ്മുടെ ആൻസർ. കഴിഞ്ഞല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോവേ.
ഒരു വെർട്ടിക്കൽ സിലിണ്ടറുണ്ട്, അതിനകത്ത് ഓയിലുണ്ട്. നിങ്ങൾ ആദ്യം ഒന്ന് ട്രൈ നോക്കിയതിന് ശേഷം വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണുക. ഓക്കെ, ഇതിനകത്തോട്ടൊരു ഹെമിസ്ഫിയർ ഷേപ്പിലുള്ള സ്റ്റോൺ ഇട്ടപ്പോൾ ഓയിൽ ലെവൽ 3 സെൻറ്റിമീറ്റർ കൂടി. സിലിണ്ടറിൻ്റെ റേഡിയസ് എത്രയാണെന്ന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, നമ്മുടെ ആ സിലിണ്ടറിലോട്ട് നമ്മൾ ഈ സാധനം ഇട്ടപ്പോഴത്തേനും അത് ഫുള്ള് താന്ന് അടി വരെ എത്തി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഡെൻസിറ്റി വെച്ചുള്ള പരിപാടികൾ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അതൊന്നും നമ്മൾ അത്രയും ലെവലുള്ള നമുക്ക് വരത്തില്ല. അപ്പോൾ ഇത്രയും വിചാരിച്ചാൽ മതി. ഈ സാധനം ഇതിനകത്തോട്ട് വിട്ടപ്പോൾ 3 സെൻറ്റിമീറ്റർ ഹൈറ്റ് പൊങ്ങി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ഓയിൽ. അപ്പോൾ നമ്മുടെ ആ അത്രയും ഹൈറ്റ്, അത്രയും കൂടിയ ആ വോളിയം എന്ന് പറയുന്നത് നമ്മൾ ഇട്ട ആ സാധനത്തിൻ്റെ വോളിയത്തിന് ഈക്വലാണ്. അപ്പോൾ നമ്മൾ ഇട്ടത് ഹെമിസ്ഫിയർ ഷേപ്പിലുള്ള സ്റ്റോൺ അല്ലേ. ഹെമിസ്ഫിയറിൻ്റെ വോളിയം എങ്ങനെ? 2/3 πr³ അല്ലേ. 2/3 × π × r³. റേഡിയസ് എത്ര? 7. അപ്പോൾ 7 × 7 × 7. ഇനി ഇത് നമ്മുടെ ആ അത്രയും ഹൈറ്റ് കൂടിയ ആ ഒരു സിലിണ്ടറിൻ്റെ അത്രയും ഒരു കോളമില്ലേ, അതിൻ്റെ വോളിയം ആയിരിക്കും. അപ്പോൾ സിലിണ്ടറിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ πr² h. r² × h അറിയാം 3. ഇത് വെട്ടി സോൾവ് ചെയ്ത് റേഡിയസ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ നേരെ അങ്ങ് വെട്ടുവാണേ. ഈ 7 അങ്ങ് പോവും. അല്ല വേണ്ട, ഈ 22/7 27 അങ്ങ് പോയിക്കോട്ടെ. ഇനി ഈ 3 താഴെ വരും. അപ്പോൾ അത് പോയി. അപ്പോൾ എല്ലാം കഴിഞ്ഞ് മിച്ചമുള്ളത് 3 × 3 7 × 7 പിന്നെ 7 × 2 14. അപ്പോൾ r² അല്ല, അപ്പോൾ r = √14 × 7/3 ഇങ്ങനെ വരാൻ പോവുക. കാരണം ഇത് 2 7 ഉള്ളതുകൊണ്ട് അത് റൂട്ടായി പോവും, 2 3 ഉള്ളതുകൊണ്ട് അത് റൂട്ടിനകത്ത് വരും. ഓക്കെ, ഇനി √14 ഏകദേശം എത്ര കണ്ടുപിടിച്ചിട്ട് 7/3 കൂടെ നമ്മൾ ചെയ്യണം. ഓക്കെ, √14 എന്ന് പറയുമ്പോഴത്തേനും 4 അല്ല 3 അല്ല, ഇതിൻ്റെ ഇടയ്ക്കുള്ള 35 എന്ന് പറയുമ്പോഴത്തല്ലേ 3.5 എന്ന് പറയുമ്പോഴത്തേനും 12 25 12.25 ആണ്. അപ്പോൾ 3.5 4 ഇടയ്ക്കാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 3.6 3.7 3.8 3.9 ഇതിൻ്റെയൊക്കെ സ്കോർ എടുത്ത് നോക്കുക. അത് 14 അടുത്ത് വരുന്നുണ്ട്, അത് നമുക്ക് അപ്രോക്സിമേറ്റ് വാല്യൂട്ട് എടുക്കാം. മനസ്സിലായോ? അപ്പോൾ 3.9 എടുക്കാൻ പറ്റത്തില്ല, കാരണം 40 1600 39 എന്ന് പറയുമ്പോഴത്തേനും 1521 ആണ്. 38 പറ്റില്ല, 14 4 അപ്പോൾ 37 വരിക. അപ്പോൾ ഏകദേശം 3.7 × 7/3 ഇത് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടണം. 49 4 24 25 25 ഇത് /3 ചെയ്താൽ 8 24 പിന്നെ 6 18. അപ്പോൾ 8.6 സംതിങ് വരണം. ഓക്കെ, അങ്ങനെ നമുക്കൊരു ഓപ്ഷൻ കിടപ്പുണ്ട് 8.7. ഓക്കെ, നമ്മുടെ റൂട്ടിലാണ് പ്രശ്നം. നമ്മുടെ റൂട്ട് എക്സാക്ട് റൂട്ടല്ല. മനസ്സിലായോ? അപ്പോൾ ഞാൻ ഏകദേശം അപ്രോക്സിമേറ്റ് വാല്യൂ എടുത്തിരിക്കുന്നത്, അതും കുറച്ച് താത്തി എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കിട്ടിയ ആൻസർ താന്നും ഓപ്ഷൻ കിട്ടുന്ന ആൻസർ ഇച്ചിരി മേളിലും കിടക്കുന്നത്. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റിലോട്ട് പോവാവേ. എന്ത് പറഞ്ഞേക്കുന്നത്? ഒരു റീറ്റെയിലർ, നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ ക്വസ്റ്റൻ ഓൾറെഡി. നിങ്ങൾ വായിച്ച് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം മാത്രമേ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണാവുള്ളൂ കേട്ടോ. ഞാൻ ക്വസ്റ്റൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ടൈം മിനിമം ആക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇയാൾ ഓൾറെഡി വിറ്റത് 20% പ്രോഫിറ്റിലാണ്. 20% പ്രോഫിറ്റിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 5 കോസ്റ്റെങ്കിൽ അല്ലേ വേണ്ട 10 കോസ്റ്റെങ്കിൽ ഇയാൾ 12 വിറ്റത്. ഇനി ഒരു ഫെസ്റ്റിവൽ സീസൺ ആണപ്പോൾ ഇയാൾ എന്ത് 1.5 PL ഇത് മാർക്ക് ചെയ്ത്. ഓക്കെ, അതായത് ഇതാണ് ഇയാളുടെ സെല്ലിംഗ് പ്രൈസ് P. ഇതിൻ്റെ 1.5 എന്ന് പറഞ്ഞാൽ 18. ഓക്കെ, ഇനി ഇതിനകത്ത് ഇയാൾ 10% ഡിസ്കൗണ്ട് കൊടുക്കും. 10% 1.8 1.8 കുറയ്ക്കുമ്പോഴത്തേനും 16.2 എന്ന് വരത്തില്ലേ. ഓക്കെ, അപ്പോൾ ഇയാളുടെ പ്രോഫിറ്റ് പേഴ്സൺ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത് 10 16.2 എത്ര വരും? 6.2 62 എന്ന് വരത്തില്ല ആൻസർ. അത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊക്കെ നമുക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ ഇത്രയും ടൈം എടുക്കുന്നത്. നിങ്ങൾ തന്നെത്താൻ ചെയ്യുമ്പോൾ വിത്തിൻ സെക്കൻഡ്സ് തീരും. ഓക്കെ, അടുത്തതേ റൂട്ടിൻ്റെ അകത്ത് 2 + √3/2 - √3. ഒന്നും ചെയ്യാനില്ല, താഴത്തെ കോഞ്ചേറ്റ് എടുത്ത് മേളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 2 + √3 എടുത്ത് നിങ്ങൾ മേളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഡിനോമിനേറ്റർ a + b ൻ്റെ a - b² - b². അതെന്തായി പോവും? a² - b² എന്ന് പറയുമ്പോൾ അതങ്ങ് 1 ആയി പോവും അല്ലേ. അപ്പോൾ പിന്നെ 2 + √3 ഹോൾ സ്ക്വയർ വരും റൂട്ടിൻ്റെ അകത്ത്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് x = 2 + √3. ഇനി നമുക്ക് എന്താ ഇത് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ x² എടുക്കുക. x² എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ 2² 4 + b² b² 3 + 2 × 2 × √3 അതായത് 4 √3 + x 2 + √3
-9. 4 3 7, 7 2 9, 9 - 9 0. 4√3 + √3. ഇപ്പോൾ എത്ര ആൻസർ? 5√3. തീർന്നല്ലേ? അടുത്ത ക്വസ്റ്റനെ വായിച്ച് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക, അതിനുശേഷം മാത്രം വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണുക. 100 ലിറ്റർ സൊല്യൂഷൻ ഉണ്ട്. ആസിഡ് വാട്ടർ റേഷ്യോ 3:2. കുറച്ചെടുത്ത് മാറ്റി കുറച്ച് ആസിഡ് ആഡ് ചെയ്ത്, ആസിഡ് വാട്ടർ അല്ലേ, അപ്പോൾ റേഷ്യോ എത്രയായി? 7:3. ഒറ്റ റീപ്ലേസ്മെൻറ്റേ ഉള്ളൂ. ഒരു ടെക്നിക്ക് ഉണ്ടേ, മേലും താഴെയും ടോട്ടൽ വോളിയം സെയിം ആയിരിക്കും. അതങ്ങ് സെയിം ആക്കിക്കേ. ഇവിടെ 6:4, ഇവിടെ 7:3. ഓക്കെ, റീപ്ലേസ് ആയ സാധനം വിട്ടേക്കുക. ആസിഡ് വെച്ചല്ലേ റീപ്ലേസ് ചെയ്ത്, അയാൾ വിട്ടേക്കുക. മറ്റേ ആൾക്ക് എന്താ സംഭവിച്ചതെന്ന് നോക്കുക. 4:3. 4:3 പറഞ്ഞാൽ എത്ര പാട്ടാണ് കുറഞ്ഞിരിക്കുന്നത്? 1/4 അല്ലേ ഇവിടെ നിന്ന് കുറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിന്ന് 1/4 കുറഞ്ഞെങ്കിൽ ടോട്ടലിൽ നിന്ന് 1/4 ആയിരിക്കും കുറഞ്ഞിട്ടുണ്ടാവും. അതായത് ആദ്യം നമ്മൾ എടുത്തപ്പോൾ ടോട്ടലിൽ 1/4 കുറഞ്ഞിട്ടുണ്ടാവും. അത് 1/4 എടുത്താണ് നമ്മൾ റീപ്ലേസ് ചെയ്തത്. 25 ലിറ്റർ. തീർന്നല്ല പരിപാടി? അത്രയേ ഉള്ളൂ. ഇതിൻ്റെ കൺസെപ്റ്റ് അറിയാവുന്നവർക്ക് ഇത് എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ മിക്സ്ഡ് ആൻഡ് ഡെലിഗേഷൻ്റെ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അതിനുശേഷം മാത്രം വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണാം. ഓക്കെ, 3 പേര് ABC. ഇവരുടെ ടൈം 30, 45, 90. വർക്ക് 90 യൂണിറ്റ്. ഓരോരുത്തന്മാരുടെ എഫിഷ്യൻസി 3, 2, 1. 7 ദിവസം വർക്ക് ചെയ്യും. ഇവർ രണ്ടുപേരും 5-ാമത്തെ ദിവസം വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഒരു 5 ഡേ കഴിയുമ്പോഴത്തേനും ഇവൻ 5 ദിവസം 15 പ്ലസ് 5-ാമത്തെ ദിവസവുമായി 2 വരും. 2 1 3. അപ്പോൾ 5 ദിവസം കൊണ്ടാണ് 18 യൂണിറ്റ് വർക്ക് തരിക. നമ്മുടെ ഭാഗ്യത്തിന് നമ്മുടെ ടോട്ടൽ വർക്ക് 90. അത് ഈ 18ൻ്റെ മൾട്ടിപ്പിളാണ്, × 5. അപ്പോൾ 5 × 5 25-ാം ദിവസം പരിപാടി തരും. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ട്രൈ ചെയ്ത് നോക്കുക. അതിന് ശേഷം ഇത് മറ്റേ കണ്ടിന്യൂഷൻ ആടാ, മറ്റേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്, വിട്ടേക്കുക. ഓക്കെ, ഇത് വേണ്ട. അടുത്ത ക്വസ്റ്റ്യൻ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. ഈ സാധനം സിംപ്ലിഫൈ ചെയ്യണേ. നിങ്ങളിത് കോഞ്ചുഗേറ്റ് എടുത്ത് ചെയ്യുമ്പോഴത്തേനും എന്ത് വരും? 7 - √2 ഡിവൈഡഡ് ബൈ 49 നിന്ന് 2 കുറച്ചാൽ 49, 2 കുറച്ച് കഴിഞ്ഞാൽ 47 പ്ലസ് ഇത് 7 + √2 ഡിവൈഡഡ് ബൈ ഇതുപോലെ തന്നെ A+B 47 വരും താഴെ. ഓക്കെ, കോഞ്ചിറ്റ് എടുത്ത് സോൾവ് ചെയ്യാനൊക്കെ അറിയാമല്ലോ അല്ലേ? ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങൾ അത്യാവശ്യം കറണ്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന പിള്ളേരാണ്, നിങ്ങൾക്ക് ഇത് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ബേസ് ലെവലൊന്നും പറയാത്തത്. അടുത്തത് 14 ഡിവൈഡഡ് ബൈ 49 - എന്ന് പറഞ്ഞാൽ 47. -√2 + √2 പോയി. 7 7 14, 14 14 കുറച്ചാൽ 0. തീർന്നല്ലേ? ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ബേസിക്സ് ഒന്നും അങ്ങനെ പറയുന്നില്ല കേട്ടോ. നിങ്ങൾ അത്യാവശ്യം ചാപ്റ്റേഴ്സ് എല്ലാം പഠിച്ചിരിക്കുന്ന പിള്ളേരാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ബേസ് ലെവൽ ഇപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക. നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിൻ്റെയും ബേസ് ലെവൽ വീഡിയോസ് കിട്ടും. അതിരുന്ന് കാണാം. ഇപ്പോൾ എൻ്റെ തന്നെ കാണുന്നില്ല, നിങ്ങൾ ഏതെങ്കിലുമൊക്കെ വീഡിയോസ് കണ്ടിട്ട് ഈ ബേസിക്സ് എല്ലാം നല്ല നല്ല പഠിച്ചിട്ട് വരാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ചെയ്യുന്നത് കാണാം. അതാണ് പരിപാടി. ഓക്കെ, ഞാൻ ബേസിക്സും കൂടെ പറയാൻ തന്നു കഴിഞ്ഞാൽ ഞാൻ തംബ്നെയിൽ എഴുതി വെച്ചിട്ടുണ്ട് സെക്കൻഡ് കൊണ്ട് സോൾവ് ചെയ്യാമെന്ന്. അതൊന്നും നടക്കില്ല പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ബേസിക്സ് എല്ലാം അറിയാമെങ്കിൽ വിത്തിൻ സെക്കൻഡ് നമുക്ക് തീർക്കാൻ പറ്റാവുന്ന പരിപാടി. ഓക്കെ, അപ്പോൾ എവരിവൺ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ ഒരു 10 ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻസിനകത്ത് അത്യാവശ്യം നല്ല ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ഒരു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അല്ലേ. ഞാനൊരു മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുന്നത്. എല്ലാവർക്കും അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വരുന്ന വീഡിയോസിൽ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ് എവരിവൺ. താങ്ക് യു.